നമസ്കാരം. വർത്തമാനകാല കേരള രാഷ്ട്രീയത്തിൽ ബി.ജെ.പിക്ക് എടുത്തു പറയാനായിട്ട് ഒരു എം.പി മാത്രമേ ഉള്ളൂ. അത് തൃശ്ശൂർ എം.പിയാണ്. പിന്നീട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണവും. ഇതൊഴിച്ചാൽ അധികം എം.എൽ.എമാരോ മറ്റൊന്നും ഇവിടെയില്ല. അധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊന്നും ബി.ജെ.പി അല്ല ഭരിക്കുന്നത്. കേവലം 30-നകത്ത് അല്ലെങ്കിൽ 30-35 പഞ്ചായത്തുകളും 2-3 മുനിസിപ്പാലിറ്റികളും ഒരു കോർപ്പറേഷനും മാത്രമാണ് ബി.ജെ.പിയുടെ പക്കലുള്ളത്. എന്നിട്ടും ബി.ജെ.പി എന്ന പാർട്ടിയെ വിശ്വസിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വന്നത് ആരൊക്കെയാണെന്ന് നോക്കുക. 2 മുൻ എം.എൽ.എമാരായിരുന്ന മറ്റൊരാൾ നിലവിൽ എം.എൽ.എ ആയിരുന്ന മറ്റൊരു വ്യക്തി, അങ്ങനെ 3 പേർ. ആ 3 പേരുടെയും പ്രത്യേകത 3 പേരും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് ഓർക്കുക. ഇതാണ് വർത്തമാനകാല കേരളത്തിൻ്റെ രാഷ്ട്രീയം. ഇതാണ് ബി.ജെ.പി മറ്റൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് 5-ന് മുകളിൽ എം.എൽ.എമാർക്കോട് കിട്ടിയാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരൊറ്റ എം.എൽ.എ ഇല്ലാഞ്ഞിട്ട് കൂടി ബി.ജെ.പിയിലേക്ക് വന്നത് നിലവിലെ ഒരു സിറ്റിംഗ് എം.എൽ.എയും പിന്നെ മുൻ എം.എൽ.എമാരായിരുന്ന 2 പേർ കൂടി വന്നു കഴിഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് 5-ന് മുകളിൽ സീറ്റ് കിട്ടിയാൽ, എം.എൽ.എമാർ ഉണ്ടായാൽ, കോൺഗ്രസിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും നിരവധി മുതിർന്ന നേതാക്കളും അതിൽ എം.പിമാരായിട്ടുള്ളവരും എം.എൽ.എമാരുമായിട്ടുള്ളവരുമൊക്കെ ഈ പാർട്ടിയിലേക്ക് വരും എന്ന കാര്യം ഉറപ്പാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 3-ാം തവണയും പിണറായി തന്നെ ഭരിക്കാൻ പോകുന്നു എന്ന് പ്രചരണം നടത്തിയാണ് ഇടതുപക്ഷം ഇവിടെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കോൺഗ്രസ് പറയുന്നത് അവരായിരിക്കും 100 സീറ്റിന് മുകളിൽ നേടിക്കൊണ്ട് ഭരിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതാണ്ട് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് ഒന്നുകിൽ പിണറായി തുടർഭരണം നടത്തും, അല്ലെങ്കിൽ വി.ഡി. സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ ഇനി കെ.സി. വേണുഗോപാലോ ഒക്കെ മുഖ്യമന്ത്രിയാവാം. അപ്പോഴും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടണമെന്നില്ല. ഇന്ത്യ മുന്നണിയായിട്ട് ഒന്നിച്ച് ഭരിക്കേണ്ടി വരും എന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ടും ആ 2 പാർട്ടിയിൽ നിന്നും നേതാക്കൾ ചാടി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാതെ, അതായത് ഇടതുപക്ഷത്തു നിന്ന് വലതുപക്ഷത്തേക്കോ വലതുപക്ഷത്തു നിന്ന് ഇടതുപക്ഷത്തേക്കോ പോകുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ വന്നത് ഏത് പാർട്ടിയിലേക്കാണ് എന്ന് നോക്കുക. അത് ബി.ജെ.പിയിലേക്കാണ്. അത് തെളിയിക്കുന്നത് ആ 2 പാർട്ടിയേക്കാൾ എന്തുകൊണ്ടും ഭേദമാണ് ബി.ജെ.പി എന്ന തിരിച്ചറിവ് കൊണ്ടാണ് അവർ ബി.ജെ.പിയിലേക്ക് വരുന്നത്. ഒന്നിൽ കൊടിയ അഴിമതിയാണെങ്കിൽ മറ്റതിൽ ഇവരോട് അതേ കാര്യത്തിൽ തന്നെ മത്സരിക്കുകയും വർഗീയത കാണിക്കുകയും ചെയ്യുന്ന മുന്നണിയാണ് UDF എന്ന് അവിടെ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഒരൊറ്റ എം.എൽ.എ പോലും ഇല്ലാത്ത ബി.ജെ.പിയിലേക്ക് വരുന്നത്. ആ സാഹചര്യത്തിലാണ് ബി.ജെ.പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ 5-ൽ കൂടുതൽ എം.എൽ.എമാർ കിട്ടിയാൽ ഇവിടുത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ തന്നെ പൊളിച്ചെഴുതേണ്ടി വരും. തീർച്ചയായിട്ടും UDFിലുള്ള പല മുന്നണികളും പല കൊച്ചു പാർട്ടികളുമൊക്കെ ഒരുപക്ഷെ അവിടെ നിന്ന് കൂടോടെ ബി.ജെ.പിയിലേക്ക് NDAയിലേക്ക് വന്നാലും അത്ഭുതമില്ല. ഇതേ കാര്യം തന്നെ LDFിൻ്റെ മുന്നണിക്കകത്തും സംഭവിക്കാം. അതിനാൽ ഇക്കാലം അത്രയും നമ്മൾ കണ്ട മുന്നണി സമവാക്യങ്ങൾ തിരുത്തി എഴുതുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും കേരളത്തെ കാത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.